എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുന്നത്. ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ, പണ്ട് തുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ച് കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ച് കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാൽ കുഴപ്പമില്ലെന്ന്. ഇതെന്ത് സിസ്റ്റമാണെന്ന് ഇത്? അപ്പം നാളെ ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരുത്തം കൊന്നാൻ വിചാരിക്കണം ഞങ്ങൾക്കൊന്ന് ഇതല്ലേ ചിന്ത വരുന്നത്? ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പം നമ്മൾക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ കുറേ പേരൊക്കെ മയക്കുമരുന്ന് കേസിൽ സിനിമാക്കാരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട്. അപ്പോൾ ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ്. അവർക്ക് വീണ്ടും റീച്ച് കിട്ടുക. ഇനി എന്താ പ്രശ്നം? ഇതൊക്കെ അതല്ലേ ഈ പയ്യനെ കൊന്നൊരു പയ്യൻ പറയുന്നുണ്ടല്ലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് അടിച്ചു കൊന്ന പ്രശ്നമില്ല. അവൻ പറയാണ് കൂട്ടത്തിൽ അടിച്ചു കൊല്ലാടാ, ഒരു കുഴപ്പമൊന്നുമില്ല. അതേ ഒരുത്തനെ കൊല്ല ആന്ന് കുഴപ്പമില്ല. എന്തോ പൂച്ചയും പട്ടിയും പോലും കൊന്നു കഴിഞ്ഞാൽ മേനകാന്തി ഇടപെടും. മനുഷ്യനെ കൊല്ലുന്നതിന് അവിടെ കുഴപ്പമില്ലാത്തത്. ഇത്രയും മൈൻഡ് സെറ്റിലേക്ക് അവിടെ വന്നു. അത് അവൻ്റെ കണ്ണ് പോയണമെന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത്. അങ്ങനെ ഉള്ളതിനെ പരീക്ഷ എഴുതിക്കുകയാണ് ഗവൺമെൻറ്. അപ്പോൾ ഇവനെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് അവൻ എന്ത് സന്ദേശമാണ് അവന് കിട്ടുന്നത്? സൗദിയിൽ 3 പേര് മയക്കുമരുന്ന് വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി. എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഭയമുണ്ടാവുന്നത്, ഈ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഭയമുണ്ടാവുന്നു. ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇത് കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകൾ. പിന്നെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ കൊണ്ടുനടക്കാൻ പോറ്റുവാണ്. പിന്നെ ഇവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക?